ഹലോ മുത്തുമണീസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ അംഗൻവാടിയിലോട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ. എൻ്റെ കൂടെ എത്ര പേര് അംഗൻവാടിക്ക് വരാൻ റെഡിയാണ്? അംഗൻവാടി നമ്മൾ മറക്കില്ലല്ലോ. നമ്മൾ കരഞ്ഞും പിഴിഞ്ഞും ഒക്കെ ആദ്യമായിട്ട് നമ്മുടെ സ്കൂൾ പഠനം സ്റ്റാർട്ട് ചെയ്തത് അവിടെ വെച്ചല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ഓർമ്മകളിലൂടെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഞാൻ നല്ല കട്ടി കൂടി ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു. കുറച്ച് നുറുക്ക് ഗോതമ്പ് കിട്ടിയിട്ടുണ്ട്, നല്ലതാണ് കേട്ടോ. അത് നന്നായി വറുത്ത് ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ പൊട്ടി വരുന്നത് പോലെ ആക്കി വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ, പിന്നെ ക്യാരറ്റ്, ബീൻസ്, ഞാൻ കുറച്ച് സബോള എല്ലാം കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ അതേ ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ. പിന്നെ കടുക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടി വരുമ്പോൾ ഞാൻ പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോ കേട്ടോ. എനിക്ക് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ബീൻസാന്ന് ഓർത്ത് കടിച്ചു പോകും. പിന്നെ ഞാൻ വെട്ടി വെച്ചിരിക്കുന്ന പച്ചക്കറി ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു, നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒരു തക്കാളി, അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലേവർ ആയിരിക്കും, നല്ല മണം വരും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തു കൊടുക്കണം കേട്ടോ, ഇട്ട് കൊടുക്കണേ. അപ്പം ഞാൻ ഒരു കപ്പിൽ ആണ് ഞാൻ മറ്റേതെടുത്തത്. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല തിള വരും കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ നുറുക്ക് ഗോതമ്പ് വറുത്ത് വെച്ചിരിക്കുന്നത് എടുത്ത് അതിൻ്റെ അകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല തിള വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു പാത്രം ഇട്ട് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കാരണം ഇതിന് ഇച്ചിരി വേവുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 5 മിനിറ്റ് ഞാൻ അടച്ച് വെച്ചെടുത്തു. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ അംഗൻവാടി നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്ക്, ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇന്നത്തെ കുഞ്ഞുങ്ങൾ കൂടുതലും അംഗൻവാടിയിലൊക്കെ പോകുന്നവരല്ലായിരിക്കും, പ്ലേ സ്കൂളിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലാണിത്. നിങ്ങളിതുപോലെ ചെയ്തു കൊടുക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബിലോ. അപ്പോൾ ഇത് ഇത്രയും ചെയ്യുമല്ലോ. അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മസ്റ്റായിട്ടും എന്താ ചെയ്യണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടണേ. അപ്പോൾ ഇതുപോലെ കുഞ്ഞുങ്ങൾക്കും കൂടെ ഉണ്ടാക്കി കൊടുക്കുക. വേറൊന്നുമില്ല, ഞാൻ പോയി വരുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ബൈ, സീ യു.